Hi friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജാവയിലെ ഐഡന്റിഫയേഴ്സ് എന്താണെന്നാണ്. അപ്പോൾ ഐഡന്റിഫയേഴ്സ് നിങ്ങൾ പഠിക്കുന്നതിന് മുന്നേ ജാവയിലെ ഡേറ്റ ടൈപ്സ് എന്താണ്, വേരിയബിൾസ് എന്താണ്, അതുപോലെ ലിറ്ററൽസും കീവേഡ്സും എന്താണ്, ഈ ടോപ്പിക് ഒക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണാം, ലിങ്ക് ഐ ബട്ടണിലുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം, ഐഡന്റിഫയേഴ്സ്. അപ്പോൾ ഐഡന്റിഫയേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡന്റിഫയർ ഈസ് എനി നെയിം, വേരിയബിൾ നെയിം, ക്ലാസ് നെയിം, മെത്തേഡ് നെയിം ഓർ ഇന്റർഫേസ് നെയിം. ഐഡന്റിഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പേരാണ്. പേരെന്ന് പറയുമ്പോൾ അതൊരു വേരിയബിളിന്റെ പേരാകാം, ക്ലാസിന്റെ പേരാകാം, മെത്തേഡിന്റെ പേരാകാം, ഇന്റർഫേസിന്റെ പേരാകാം. ഓക്കെ, ബേസിക്കലി ഒരു നെയിമിനെയാണ് നമ്മൾ ഈ ഐഡന്റിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യുന്നത്, അല്ലെ നമ്മൾ മറ്റുള്ളവരെ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്, അവരുടെ പേര് വെച്ചിട്ട്, അല്ലെ? അപ്പൊ ആ പേരാണ് അവരെ യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നത്, ശരിയല്ലേ? അതുപോലെ ഇപ്പൊ നിങ്ങൾ ഒരു സ്ഥലം ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ആ സ്ഥലത്തിന്റെ പേര് വെച്ചിട്ട്, മനസ്സിലായല്ലോ? അപ്പൊ ആ സ്ഥലത്തിന്റെ പേര്, നമ്മുടെ പേര്, ഇതൊക്കെയാണ് ഐഡന്റിഫയർ. റിയൽ വേൾഡ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ജാവയിൽ അതൊരു വേരിയബിൾ നെയിം, ക്ലാസ് നെയിം, മെത്തേഡ് നെയിം, ഇന്റർഫേസ്, മനസ്സിലായല്ലോ? ഇനി അപ്പൊ ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇപ്പോ ഈ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ഇന്റ് എ ഈക്വൽ ടു 10 എന്ന് എഴുതാണെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ ടൈപ്പ് ആണ്, എ എന്ന് പറയുന്നത് വേരിയബിൾ നെയിം ആണ്, നമ്മുടെ വേരിയബിൾ ആണ് എ, ശരിയല്ലേ? അതുപോലെ ഈ ഈക്വൽ ടു എന്ന് പറയുന്നത് ഓപ്പറേറ്റർ ആണ്. അതുപോലെ നമ്മൾ എന്ത് വാല്യൂ ആണോ അസൈൻ ചെയ്യുന്നത് അതിന് നമ്മൾ പറയുന്നതാണ് ലിറ്ററൽ, മനസ്സിലായല്ലോ? അപ്പൊ ഇതിന്റെ സിന്റാക്സ് എന്ന് പറയുമ്പോൾ ഡേറ്റ ടൈപ്പ്, വേരിയബിൾ നെയിം, ഓപ്പറേറ്റർ, ലിറ്ററൽ, ഇങ്ങനെയാണ് നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മുടെ ഈ എ എന്ന് പറയുന്ന വേരിയബിൾ നെയിം ആണ് ഐഡന്റിഫയർ, മനസ്സിലായല്ലോ? അതായത് നമ്മുടെ എ എന്ന് പറഞ്ഞ വേരിയബിളിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ആ യുണീക് നെയിമിനാണ് നമ്മൾ ഐഡന്റിഫയർ എന്ന് പറയുന്നത്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ വേരിയബിൾ നെയിം ഇപ്പൊ ഈ കേസിൽ ഞാനൊരു വേരിയബിൾ ഡിക്ലറേഷൻ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ക്ലാസ് എ ബി സി എന്ന് കൊടുക്കുകയാണെങ്കിൽ എ ബി സി എന്ന് പറഞ്ഞ ക്ലാസിന്റെ പേരാണ് ഐഡന്റിഫയർ. വേരിയബിൾ നെയിമിന്റെ കേസിൽ ഈ എ ആണ് ഐഡന്റിഫയർ, മനസ്സിലായല്ലോ? ഇനി നമ്മൾ വേരിയബിൾ നെയിം എഴുതുമ്പോൾ, നമ്മൾ ഐഡന്റിഫയർ എഴുതുമ്പോൾ അതിനൊരു സിന്റാക്സ് ഉണ്ട്. അതായത് നമുക്ക് ക്യാപിറ്റൽ എ ടു ഇസഡിലും സ്മോൾ എ ടു ഇസഡിലും വേരിയബിൾ നെയിംസ് എഴുതാം. ഓക്കെ, അതുപോലെ തന്നെ എഴുതാമെന്നല്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് അതിന്റെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് സ്മോൾ എ ടു ഇസഡ് ആവാം, അതുപോലെ തന്നെ ക്യാപിറ്റൽ എ ടു ഇസഡും ആവാം. അതുപോലെ തന്നെ നമുക്ക് ഡോളർ സിമ്പൽ ഇല്ലേ, അതിനാണ് കറൻസി ക്യാരക്ടർ എന്ന് പറയുന്നത്, ഡോളർ സിമ്പലിൽ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ അണ്ടർസ്കോറിലും സ്റ്റാർട്ട് ചെയ്യാം. ഇത്രയും ഇതിൽ വെച്ചിട്ട് ഫസ്റ്റ് ക്യാരക്ടർ നമുക്ക് ഐഡന്റിഫയറിന്റെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത്, ഫസ്റ്റ് ലെറ്റർ അല്ല, ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതിൽ ഏതെങ്കിലും ആയിരിക്കണം, മനസ്സിലായല്ലോ? ഇത് പ്രത്യേകം ഈ ഡോളർ സിമ്പലും അണ്ടർസ്കോറും എടുത്തു പറയാൻ കാര്യം, നമുക്ക് ഒരുപാട് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ട്, അല്ലെ? അപ്പൊ ആ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും നമുക്ക് ഒരു ഐഡന്റിഫയർ എഴുതുമ്പോൾ അതിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ നമുക്ക് ഡോളറും അണ്ടർസ്കോറും യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മള് ഇന്റ് എ ഈക്വൽ ടു 10 എന്ന് കൊടുക്കും. ഈ വേരിയബിൾ നെയിം എന്താണ്? എ, ഇതൊരു ഐഡന്റിഫയർ ആണ്. അപ്പൊ രണ്ടാമത് എന്താണ് പറഞ്ഞത്? ക്ലാസ് നെയിം ഒരു ഐഡന്റിഫയർ ആണ്. അപ്പൊ ഞാൻ ഈ ക്ലാസിന്റെ പേരെന്താണ് കൊടുത്തത്? ഐഡന്റിഫയേഴ്സ് എക്സാമ്പിൾ. ഓക്കെ, ഈ ക്ലാസിനെ യൂണീക്ലി ഐഡന്റിഫൈ ചെയ്യുന്ന പേരാണ് ഈ പേര്. അപ്പൊ ഇതൊരു ഐഡന്റിഫയർ ആണ്, ശരിയല്ലേ? അപ്പൊ വേരിയബിൾ നെയിം ആകാം, ക്ലാസ് നെയിം ആകാം. ഇനി നമ്മൾ ഇന്റർഫേസ് നെയിം എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്? ഇന്റർഫേസ് നെയിം അങ്ങനെയല്ലേ കൊടുക്കുക. അപ്പൊ ഇന്റർഫേസ്, അപ്പൊ ഞാൻ ഇന്റർഫേസിന്റെ പേര് എ ബി സി എന്നാണ് കൊടുത്തതെങ്കിൽ എ ബി സി ഒരു ഐഡന്റിഫയർ ആണ്, മനസ്സിലായല്ലോ? അതുപോലെ മെത്തേഡ് നെയിം, ഞാനിപ്പോ ഇവിടെ ഒരു മെത്തേഡ് എഴുതാണ്, വോയിഡ് സം, ഒരു മെത്തേഡ് കൊടുത്തു. ഓക്കെ, അപ്പോ ഒരു വോയിസ് കൊടുത്തോളാണ് വോയിഡ് സം. ഓക്കെ, അപ്പൊ മെത്തേഡ് നെയിം ഐഡന്റിഫയർ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ സം ആണ് ഐഡന്റിഫയർ, മനസ്സിലായല്ലോ? അപ്പൊ മിക്കവരും തെറ്റിദ്ധരിക്കും വേരിയബിൾ നെയിം മാത്രമാണ് ഐഡന്റിഫയർ. വേരിയബിൾ നെയിം മാത്രമല്ല, ക്ലാസ് നെയിം, മെത്തേഡ് നെയിം, ഇന്റർഫേസ് നെയിം, ഇതെല്ലാം നമ്മുടെ ഐഡന്റിഫയർ കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, ഇത് ഞാൻ കളയാണ്. ഇനിയിപ്പോ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അതായത് എല്ലാ ഐഡന്റിഫയേഴ്സും ഞാൻ പറഞ്ഞു എ ടു ഇസഡ് അല്ലെ സ്മോൾ എ ടു ഇസഡ് അതിലായിരിക്കും ബിഗിൻ ചെയ്യുന്നത്, അല്ലെ കറൻസി ക്യാരക്ടർ അല്ലെങ്കിൽ അണ്ടർസ്കോർ. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഇന്റ് എ ഈക്വൽ ടു 10 ഡിക്ലെയർ ചെയ്യുമ്പോൾ കുഴപ്പമൊന്നും വരില്ല. അപ്പൊ നമ്മൾ പക്ഷെ ഇപ്പൊ കൊടുക്കുകയാണ് ഇന്റ്, ഇപ്പോ ക്യാരക്ടേഴ്സ് ഒന്നുകിൽ എ ടു ഇസഡ് തുടങ്ങണം എന്ന് പറഞ്ഞല്ലോ, ഞാനിപ്പോ ഒരു നമ്പറിൽ തുടങ്ങുകയാണ്, 1A എന്ന് എഴുതി. ഓക്കെ, 1A ഈക്വൽ ടു 12 എന്ന് കൊടുത്തു. ഇത് കണ്ടോ എറർ കാണിക്കുന്നത്? കാരണം എന്താ? ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഏതെങ്കിലും ആയിരിക്കണം.
എന്നാൽ തിരിച്ച് ഇവിടെ ഞാൻ A1 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ എറർ കിട്ടും. മനസ്സിലായല്ലോ? അതായത് ഫസ്റ്റ് ക്യാരക്ടറിന് മാത്രമാണ് ആ റൂൾ ഉള്ളത്. അതിനുശേഷം എന്തെഴുതിയാലും കുഴപ്പമില്ല. അപ്പൊ A1 ഇട്ടിട്ട് ഞാൻ ഇവിടെ ഒരു 0 ഇട്ട് കഴിഞ്ഞാലും അത് എറർ അല്ല. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ക്യാരക്ടർ ഇപ്പൊ A വെച്ചു. ഇനി അതുപോലെ അണ്ടർസ്കോറിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇവിടെ കൊടുക്കുകയാണ് അണ്ടർസ്കോർ A10. ഇതാ ഇവിടെ എറർ ഒന്നും വന്നില്ല. അപ്പൊ ഫസ്റ്റ് ക്യാരക്ടർ അണ്ടർസ്കോർ ആവാം. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഡോളർ സിമ്പൽ കൊടുക്കാം, എറർ വരില്ല. മനസ്സിലായല്ലോ? അതായത് ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് മാത്രമേ നമുക്കൊരു ഐഡന്റിഫയർ നെയിം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനു മുമ്പേ നമ്മളിപ്പോ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഇപ്പൊ ഞാൻ കൊടുത്തു സ്റ്റാർ കൊടുത്തു, സ്റ്റാർ കൊടുത്തപ്പോഴേ എറർ വന്നു. മനസ്സിലായല്ലോ? അപ്പോ നമുക്ക് ഒന്നുകിൽ ഡോളർ സിമ്പൽ അല്ലെങ്കിൽ അണ്ടർസ്കോർ, ആ രണ്ടെണ്ണം സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് കാറ്റഗറിയിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ അല്ലെങ്കിൽ നമ്മുടെ A to Z അല്ലെ സ്മോൾ a. മനസ്സിലായല്ലോ? ഇത്രയല്ലേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഈ രണ്ട് പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി കുറച്ച് റൂൾസ് ഉണ്ട് നമുക്ക് ഈ ഐഡന്റിഫയർ ഡിക്ലെയർ ചെയ്യുമ്പോൾ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, സ്പേസസ് യൂസ് ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പൊ നമ്മൾ സ്പേസ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നെയിം എന്ന് എഴുതുമ്പോൾ അതിനകത്ത് നമ്മൾ സ്പേസ് ഒന്നും കൊടുക്കില്ല. നമ്മൾ എങ്ങനെയാണ് കൊടുക്കുക? ഇപ്പോൾ സ്ട്രിങ് എന്ന് എഴുതിയിട്ട് നെയിം ഈക്വൽ ടു ABC ഇങ്ങനെ കൊടുക്കത്തേ ഉള്ളൂ അല്ലേ? പക്ഷെ ഇപ്പോ കോളേജ് നെയിം എന്നൊരു പേരാണുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്ട്രിങ് കോളേജ് നെയിം ഈക്വൽ ടു XYZ ഇങ്ങനെ കൊടുക്കും. അപ്പോൾ ഇത് എറർ വരും. കാരണം എന്താ? ഇതിന്റെ ഇടയ്ക്ക് സ്പേസ് വരാൻ പാടില്ല. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ രണ്ട് വേർഡാണ് നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾ നെയിം എന്ന് നോക്കി, നമ്മൾ ഒന്നുകിൽ ഇത് ഒന്നാക്കി കൊടുക്കണം. മനസ്സിലായല്ലോ? അപ്പൊ അതൊരു ഭംഗി കാണില്ല. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു അണ്ടർസ്കോർ യൂസ് ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പൊ കോളേജ് നെയിം കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കാം. ഇപ്പൊ ഇങ്ങനെ കൊടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കോളേജ് എന്ന് പറഞ്ഞ് നെക്സ്റ്റ് വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് നമുക്ക് ഒരു ക്യാമൽ കേസിൽ എഴുതാം. അതായത് നെക്സ്റ്റ് വേർഡ്, രണ്ട് വേർഡ് ചേർക്കുമ്പോൾ അതിന്റെ നെക്സ്റ്റ് വേർഡിന്റെ ആദ്യത്തെ ലെറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കും. മനസ്സിലായല്ലോ? അപ്പോൾ വേരിയബിൾ നെയിം നമ്മൾ എഴുതുമ്പോൾ ചിലപ്പോൾ അതൊരു 2 വേർഡ് ആയിരിക്കാം, 3 വേർഡ് ആയിരിക്കാം. ഇതിന്റെ ഇപ്പുറത്ത് വേറൊരു വേർഡ് ഉണ്ടെങ്കിലും നമുക്ക് വേണേൽ അണ്ടർസ്കോർ വെച്ചിട്ട് കൊടുക്കാം. പക്ഷെ സ്പേസ് ഇടാൻ പാടില്ല. മനസ്സിലായല്ലോ? അപ്പൊ ഫസ്റ്റ് പോയിന്റ്, സ്പേസസ് യൂസ് ചെയ്യാൻ പാടില്ല. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ only അണ്ടർസ്കോർ ആൻഡ് ഡോളർ സിമ്പൽ ക്യാൻ ബി യൂസ്ഡ് ആസ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. അത് ഞാൻ ഓൾറെഡി കാണിച്ചു. അതായത് അണ്ടർസ്കോറും ഡോളർ സിമ്പലും മാത്രമേ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പോയിന്റ് ആണ് റിസർവ്ഡ് കീവേഡ്സ് യൂസ് ചെയ്യാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് മിസ്റ്റേക്ക് ആയിട്ട് കൊടുത്താണ്. റിസർവ്ഡ് കീവേഡ്സ് എന്നല്ല, നമുക്ക് ഒരു കീവേഡ്സും ഐഡന്റിഫയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. അതായത് ഞാൻ മുമ്പത്തെ എന്റെ കീവേഡ്സിന്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമുക്ക് ജാവയിൽ കുറച്ച് സെറ്റ് ഓഫ് കീവേഡ്സ് ഉണ്ട്. ഈ കാണുന്നതൊക്കെയാണ് കീവേഡ്സ്. ഇതിനകത്ത് ടോട്ടൽ 48 കീവേഡ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് കൂടാതെ റിസർവ്ഡ് കീവേഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഗോ ടു, കോൺസ്റ്റ്, ഇത് രണ്ടുമാണ് റിസർവ്ഡ് കീവേഡ്സ്. ഓക്കെ, അതുപോലെ ലിറ്ററൽസ് ഉണ്ട് 3 എണ്ണം, ട്രൂ, ഫോൾസും നള്ളും. ഇത്രയും സെറ്റ് ഓഫ് കീവേഡ്സ്, അതായത് ഈ കീവേഡ്സും നമ്മുടെ റിസർവ്ഡ് കീവേഡ്സും ഈ 3 ലിറ്ററൽസും ടോട്ടൽ ഇത് എത്രയുണ്ട്? 53 എണ്ണം ഉണ്ട്. അപ്പൊ ഇത്ര എണ്ണവും നമുക്ക് ഒരു ഐഡന്റിഫയർ നെയിം ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ റിസർവ്ഡ് കീവേഡിലെ ഗോ ടു എടുത്തിട്ട് നമുക്കിവിടെ സ്ട്രിങ് go to equal to BB കൊടുക്കാൻ പറ്റില്ല. കണ്ടോ? go to കൊടുത്തപ്പോഴത്തേക്ക് എറർ വന്നു. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ലിറ്ററൽസ് ട്രൂ, ഫോൾസ്, നള്ള്, ഇതും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ go to ന് പകരം ഇവിടെ നമുക്ക് ട്രൂന്നോ ഫോൾസിനോ നള്ളെന്നോ കൊടുക്കാൻ പറ്റില്ല. അത് എററാണ്. അതുപോലെ തന്നെ നമ്മുടെ ബാക്കി കീവേഡ്സ്, അബ്സ്ട്രാക്ട്, ഡബിൾ, ഇതുപോലെ ഇതിൽ ഏത് കൊടുത്തു കഴിഞ്ഞാലും എറർ വരും. നമ്മുടെ ഈ ടോട്ടൽ ഇതിനകത്ത് കാണിക്കുന്ന ഈ 53 കീവേഡും നമുക്ക് ഐഡന്റിഫയർ ആയിട്ട് കൊടുക്കാൻ പാടില്ല. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് പോയിന്റ്, അത് മനസ്സിലായല്ലോ? കീവേഡ്സ് യൂസ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ്, ഇന്റിജർ വാല്യൂ കനോട്ട് ബി യൂസ്ഡ് അറ്റ് ഫസ്റ്റ് പൊസിഷൻ ബട്ട് ക്യാൻ ബി യൂസ്ഡ് ആഫ്റ്റർ ഫസ്റ്റ് ക്യാരക്ടർ. അതായത് നമുക്കൊരു വേരിയബിൾ നെയിം എഴുതി തുടങ്ങുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ഇന്റിജർ വാല്യൂ ഫസ്റ്റ് എൻട്രി ആയിട്ട്, അതായത് ഫസ്റ്റ് പൊസിഷനിൽ കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് A110 എന്ന്. ഇവിടെ എക്ക് മുന്നേ ഞാൻ ഏതെങ്കിലും ഒരു നമ്പർ ആണ് കൊടുത്തതെന്ന് വിചാരിക്കുക. അപ്പൊ 3 എന്ന് കൊടുത്തു. അപ്പൊ തന്നെ എറർ വന്നു. നമുക്ക് ഒരിക്കലും ഒരു വേരിയബിൾ നെയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതായത് നമ്മുടെ ഒരു ഐഡന്റിഫയർ ഒരിക്കലും ഈ ഇന്റിജറിൽ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. മനസ്സിലായല്ലോ? അതേസമയം ഞാൻ ഈ എക്ക് ശേഷം ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് 10.
അത് എറർ ഒന്നും വന്നില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ കൊടുക്കാൻ പാടില്ല, അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള റൂൾസ്. സ്പേസസ് വരാൻ പാടില്ല, അണ്ടർസ്കോറും ഡോളർ സിംബലും നമുക്ക് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ, കീവേഡ്സ് ഒന്നും കൊടുക്കാൻ പറ്റില്ല, അതുപോലെ ഇന്റിജർ വാല്യൂ ഫസ്റ്റ് പൊസിഷനിൽ വരാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഇത് കൂടാതെ കുറച്ച് നെയിമിംഗ് കൺവെൻഷൻസ് കൂടെ ഉണ്ട്. അതായത് നമ്മളിപ്പോ ഒരു വേരിയബിൾ നെയിം ഡിക്ലെയർ ചെയ്യുന്നു. ഇപ്പൊ എങ്ങനെയാണ്, ഇപ്പോ ഇന്റ് മൈ എന്നൊരു വേരിയബിൾ നെയിം കൊടുത്തു, ഈക്വൽ ടു 10 ഇങ്ങനെ കൊടുത്താൽ കറക്റ്റ് ആണ്. ഓക്കെ, ഇത് കറക്റ്റ് ആണ്. ഇനി ഇപ്പൊ നിങ്ങളൊരു 2 വേർഡ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക, ഇപ്പൊ മൈ ജാവ. അപ്പോ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും കൊടുക്കുക. ഒരിക്കലും ഇങ്ങനെ കൊടുക്കരുത്. ഇതൊരു 2 വേർഡ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെപ്പറേറ്റ് ചെയ്യാൻ ഒന്നിലൊരു അണ്ടർസ്കോർ യൂസ് ചെയ്യുക. സോറി, മൈക്ക് ശേഷം ഒരു അണ്ടർസ്കോർ യൂസ് ചെയ്യുക. ഓക്കെ, ഒന്നിൽ ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സെക്കൻഡ് വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ഇതൊരു 3 വേർഡ് ആണെങ്കിൽ മൈ ജാവ എക്സാമ്പിൾ എന്നാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും കൊടുക്കുന്നത്, മൈ ജാവ. ഇപ്പൊ ഈ ജെ സ്മോൾ ആണെങ്കിൽ മൈ ജാവ EG ഇങ്ങനെ എഴുതുന്നതാണോ, അതോ അതിന്റെ ഡിഫറൻസ് കാണിക്കാം, ഇങ്ങനെ എഴുതുന്നതാണോ കുറച്ചുകൂടി റീഡബിൾ എന്ന് നോക്കാം. തീർച്ചയായും സെക്കൻഡ് അപ്രോച്ച് ആയിരിക്കും അല്ലെ. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ എപ്പോഴും ഒരു 2 വേർഡ് ആണെങ്കിൽ അല്ലെ 3 വേർഡ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ക്യാമൽ കേസ് ഫോളോ ചെയ്യാൻ നോക്കുക. സെക്കൻഡ് വേർഡ് അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടാമത്തെ വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ നമ്മൾ ക്യാപ്സിൽ കൊടുക്കുക. പിന്നെ 2 കൂടുതൽ വേർഡ്സ് ഉണ്ടെങ്കിൽ അതിൽ ഓരോ ലെറ്ററിന്റെയും ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ക്യാപ്സിൽ കൊടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങളൊരു മെത്തേഡ് നെയിം കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ മെത്തേഡ് നെയിമിന് void my ഇങ്ങനെ ആയിരിക്കുമല്ലോ നിങ്ങൾ കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതിപ്പോ ഫസ്റ്റ് ഒരു വേർഡേ ഉള്ളെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇതുപോലെ തന്നെ മൈ ജാവ എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതുന്നതിനേക്കാളും കുറച്ചുകൂടെ റീഡബിലിറ്റി കൂടുതൽ ഇങ്ങനെ കൊടുക്കുന്നതായിരിക്കും അല്ലെ. അതുപോലെ തന്നെ മൈ ജാവ ഡെമോ, ഇപ്പൊ 3 വേർഡ് ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നതാണ് ഇത് ഫുള്ളും സ്മോൾ ലെറ്ററിൽ കൊടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ റീഡബിൾ. ഞാൻ കാണിക്കാം. ഇങ്ങനെ കൊടുക്കുന്നതിനേക്കാളും തീർച്ചയായും കുറച്ചുകൂടെ റീഡബിളും അണ്ടർസ്റ്റാൻഡബിളും ഈ ആദ്യത്തെ രീതിയിൽ കൊടുക്കുന്നതായിരിക്കും അല്ലെ. ഇത് കളയാം. ഇതുപോലെ തന്നെ നമ്മുടെ ഇന്റർഫേസ് നെയിം ആയാലും ക്ലാസ് നെയിം ആയാലും നമ്മൾ ഇങ്ങനെ ഒരു അപ്രോച്ച് ഫോളോ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി മീനിങ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ വലിയ പ്രോജക്റ്റിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ വെറുതെ ഇങ്ങനെ സ്മോൾ ലെറ്ററിൽ ഇതുപോലെയുള്ള വേരിയബിൾ നെയിംസ് ഒന്നും നമുക്ക് കൊടുക്കാൻ പാടില്ല. അതായത് അതിനൊക്കെ ഒരു സർട്ടൻ നമ്മൾ ഈ നെയിമിംഗ് കൺവെൻഷൻസ് യൂസ് ചെയ്ത് തന്നെ ചെയ്യണം. ഇതുപോലെ ആയിരിക്കണം കൊടുക്കേണ്ടത്, നമ്മൾ ക്യാമൽ കേസിലായിരിക്കണം. കാരണം നമുക്ക് ആ പേര് കാണുമ്പോൾ തന്നെ ഇപ്പൊ മെത്തേഡ് ആണെങ്കിലും വേരിയബിൾ ആണെങ്കിലും അതിന്റെ പർപ്പസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പോ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഒരെണ്ണം കാണിക്കും. ഇപ്പൊ നമ്മള് സം ഓഫ് സാലറി എന്ന് പറഞ്ഞൊരു മെത്തേഡ് എഴുതുകയാണ്. അപ്പൊ എങ്ങനെയാ കൊടുക്കുക, സം ഓഫ് സാലറി ഇങ്ങനെ കൊടുക്കും അല്ലെ. അപ്പൊ നമുക്കിത് കാണുമ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ റീഡബിൾ ആയിട്ട് തോന്നുന്നത്, ഞാനിത് രണ്ടാമത് എഴുതി കാണിക്കാം. സം ഓഫ് സാലറി. അപ്പൊ ഈ ഫസ്റ്റ് മെത്തേഡ് ആണോ സെക്കൻഡ് വൺ ആണോ കുറച്ചുകൂടി നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡബിളും റീഡബിളും ആയിട്ട് തോന്നുന്നതെന്ന് ചോദിച്ചാൽ തീർച്ചയായും സെക്കൻഡ് വൺ ആയിരിക്കും. അതായത് ഈ ഫംഗ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം സാലറിയുടെ എല്ലാം കൂടി ഒരു സമ്മാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം പേര് കൊടുക്കുന്നതും നമ്മളൊരു മീനിങ്ഫുൾ ആയിട്ടുള്ള പേര് കൊടുക്കണം. ആ പേരിന്റെ ഒരു സിൻടാക്സ് നമ്മൾ ഈ ഒരു ക്യാമൽ കേസ് രീതിയിൽ ഫോളോ ചെയ്യണം. മനസ്സിലായല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഐഡന്റിഫയേഴ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. താങ്ക് യു.